വിവാഹത്തിലേക്ക് വന്നപ്പോ എല്ലാവരും നോക്കി മേയർ ഇനി ഒരുങ്ങുമോ, അവിടെ അതായിരുന്നു മേയറുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ജിജ്ഞാസ, ഒരു കൗതുകമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അല്ല, ഞാൻ ഈ ഭാഗികമായി കാണുന്ന സൗന്ദര്യത്തിൽ വിശ്വസിച്ച്, അതായത് പുറമേ കാണുന്ന ഒരു സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം എന്റെ ജീവിത പങ്കാളിയും അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റുന്നല്ല, പക്ഷെ നമ്മൾ എന്താണോ കംഫർട്ടബിൾ ചെയ്താലും എന്നാലും ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പം രണ്ടുപേരുടെ ഒരുപോലെ ആയിരുന്നോ? ഇതൊന്നും ഇഷ്ടങ്ങളിലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയും. ഒരുപോലത്തെ ഇഷ്ടങ്ങളാവണമെന്നില്ല. തമാശയുടെ കാര്യത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സച്ചേട്ടൻ കുറച്ചും കൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് അങ്ങനെ തമാശ പറഞ്ഞാൽ ഇല്ല. ഇപ്പോഴത്തെ പുതിയ സിനിമയൊക്കെ കാണുമ്പോഴും തമാശ കാണുമ്പോൾ പറയും എനിക്ക് പഴയ ജഗതി ചേട്ടന്റെ ഒക്കെ തമാശയാണ് ഇഷ്ടം എന്ന് പറയും. അത് തെറ്റൊന്നല്ല. പക്ഷെ എന്നാലും ഞാനിപ്പോ ഇപ്പോഴത്തെ എന്ത് സാഹചര്യമാണോ അതിൽ അഡ്ജസ്റ്റഡ് ആയി പോകുന്നത്. ചിരിക്കും. ഞാൻ പരമാവധി ചിരിക്കും. ഏത് കുറച്ച് ചിലയിടത്തല്ല, കുറച്ചും കൂടി റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കുറച്ചുകൂടി പാവമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരുന്ന ആളാണ്. കുറച്ചുകൂടി ഞാൻ പെട്ടെന്ന് ചേർന്ന് ദേഷ്യം വരുന്നത് പതുക്കെയാണ്. പക്ഷെ പോകാൻ കുറച്ച് സമയം അങ്ങനെ ദേഷ്യപ്പെടേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ല, എത്തിയിട്ടില്ല. ശരി, അപ്പൊ ഇനി എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. എപ്പോഴും മേയർക്ക് ചുറ്റും ആളുകളെ കാണാം. ഇപ്പോഴും മേയറെ കാണാൻ വേണ്ടി കുറച്ച് പേര് ഇവിടെ ഉണ്ട്. നമ്മുടെ കുടുംബശ്രീയുടെ മാർക്കറ്റിംഗ്, അതെ, അവരുടെ പേര് പോലെ തന്നെ അവർക്ക് പറ്റും തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെയോ ഒക്കെ സംസാരിക്കാനുണ്ട് മേയറോട്. നമ്മള് കുടുംബശ്രീ CDS 1-ന്റെ 25 വാർഡുമായിട്ട് ചേർന്നിട്ട് CDSന്റെ സഹായത്തോടെയും കുടുംബശ്രീ സംരംഭങ്ങൾ 10 പേര് ചേർന്നിട്ട് ഒരു സംരംഭം ആരംഭിക്കും. ഒരൊറ്റ മിനിറ്റ്, ഇതിന്റെ ഇടയിൽ ഞാൻ ഇടപെടുകയാണ്. ഇതും ഒരു ഇടതുപക്ഷ മോഡലാണ്. വിജയിച്ച അതെ അതെ. അപ്പൊ കുടുംബശ്രീ ഒരുപാട് നമുക്ക് തിരുവനന്തപുരം വിവിധ വാർഡുകൾ 25 വാർഡിന്റെ ലേഡീസ് തലത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. കുറഞ്ഞ ശതമാനം പ്രാവശ്യം പറ്റിയിട്ട് നമ്മുടെ ഗസ്റ്റിൽ നിന്ന് ഒരു കുടുംബശ്രീ അംഗത്തിന് മാസത്തിലൊരിക്കൽ ഒരു പ്രോഡക്റ്റ്. നമ്മള് പല സസ്റ്റൈനബിൾ മോഡലിനെ പറ്റി നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുടുംബശ്രീയുടെ രൂപീകരണമൊക്കെ നമുക്കറിയാം. രൂപീകരണത്തിന് ശേഷം കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടി എടുത്ത തീരുമാനങ്ങളൊക്കെ നമുക്കറിയാം. വലിയ സമരമൊക്കെ നടന്ന ഞാൻ ചെറുതാണ്, ഞങ്ങളൊക്കെ എന്നല്ല, ഞാൻ ചെറുതാണ്. അപ്പോൾ എങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഞാൻ അഭിമാനത്തോടു കൂടി കാണുന്നത് ഇപ്പൊ ഈ ചേച്ചിമാര് ഇവര് കുറെ ആളുകളെ റെപ്രസെന്റ് ചെയ്തിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കാം, ഇവർക്ക് ഇങ്ങനെ ഒരു സാധ്യത ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ വീട്ടമ്മമാരായിട്ട് അവിടെ ഇരിക്കും. അതായത് പുരുഷന്മാർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ കുടുംബം കൊണ്ടുപോകുക എന്ന പരിമിതമായ സാഹചര്യത്തിൽ, അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ ആ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് സ്വന്തമായി സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായി സ്ത്രീകൾ മാറിയിരിക്കുകയാണ്. ഇപ്പൊ കുടുംബശ്രീയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോ നഗരത്തിൽ ഹരിതകർമ്മസേന ഏതാണ്ട് 1 ലക്ഷം അടുപ്പിച്ച് ഒരു മാസത്തെ വരുമാനം കണ്ടെത്തുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മോഡലുകളാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ പൊതുവെ കുടുംബശ്രീ രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിലൊന്ന് പല ഉൽപ്പന്നങ്ങൾ, ഇപ്പൊ സോപ്പ് മുതൽ പല കാര്യങ്ങൾ, ഇപ്പൊ അച്ചാറാകട്ടെ ലോഷനാകട്ടെ, അത് തുടങ്ങി വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യത്തിൽ നിന്ന് വരെ നമ്മൾ പലതരത്തിലുള്ള മോഡലുകൾ, പ്ലാസ്റ്റിക്കിൽ നിന്ന് പല കാര്യങ്ങളൊക്കെ, ഡെക്കറേഷൻ ഐറ്റംസ് വരെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രോഡക്ട്സ് ആകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ എല്ലാം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ നേരിട്ടിരുന്ന ഒരു പരിമിതിയാണ് ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ല, ആളുകളിലേക്ക് വിൽക്കണം. എന്നിട്ട് ആ പൈസ റോൾ ചെയ്ത് വരുമ്പോഴാണ് ഒരു സൈക്കിൾ പോലെ വർക്ക് ചെയ്യുക. അതിനൊരു മാതൃകയായിട്ട് നമ്മുടെ നഗരത്തിൽ ഒരു മാതൃകയായി ഇവരെ എനിക്കറിയാം. നേരത്തെ ഇവരുടെ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സസ്റ്റൈനബിൾ മോഡൽ എന്നുള്ള നിലയിൽ തന്നെ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിലൊരു വലിയ ഇടപെടൽ ഇവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇവരുടെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. അതിൽ പേര് തന്നെ ഞങ്ങൾക്ക് സാധിക്കും എന്നാണ്, എന്നാണ് ഞങ്ങൾക്ക് സാധിക്കും. അതെ.
എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് അവിടുത്തെ വെക്കണം. അപ്പൊ അതിനായിട്ടൊരു വാടകയില്ലാതെ ഒരു ഷെൽട്ടർ നമുക്ക് നഗരസഭയിൽ കണ്ടെത്തി തരണം എന്നാണ് മാഡത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നതുകൊണ്ട് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ തരാൻ പറ്റില്ല എങ്കിലും അത് ഞാൻ ശ്രദ്ധിക്കണം. അപ്പോ എന്നാലും ആവശ്യമായ എന്താണോ അവർക്ക് സഹായം ചെയ്യാൻ കഴിയുക. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് ചെറിയ സന്തോഷമല്ല. അവരുടെ എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ആത്മവിശ്വാസം സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിയും. വീട്ടിൽ സ്വന്തമായി ഒരാളോടും ചോദിക്കാതെ അവരുടെ ആവശ്യത്തിനാകട്ടെ, വീട്ടിലെ ആവശ്യത്തിനാകട്ടെ, മക്കളുടെ പഠിത്തത്തിനാകട്ടെ അവർക്ക് സ്വന്തമായി പൈസ അധ്വാനിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ചിന്തകളും പുതിയതാണ്. ഈ ഉണ്ടാക്കുന്ന പാസ്ത ഒക്കെയാണ്, നമ്മുടെ മില്ലറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് പാസ്തയാണ്. അതായത് പഴയ കപ്പയും ചക്കയൊന്നും അല്ല നമ്മൾ അതെല്ലാം ഇന്നത്തെ ആധുനിക ഇന്നത്തെ പുതിയ പ്രോഡക്ട്സ് എന്ന് മാത്രമല്ല അതിലും ആരോഗ്യവും ശ്രദ്ധിക്കുന്നത് മില്ലറ്റ്സ് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബാറ്റൺ കൈമാറുമ്പോൾ അടുത്ത ഭരണസമിതിയുടെ മുൻഗണന അതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും അതിനുള്ള തീരുമാനമായിട്ടുണ്ട് കേട്ടോ. വാഗ്ദാനം തന്നില്ലെങ്കിലും നിങ്ങളെ ഓർക്കും ആ സമയത്ത് ബാറ്റൺ കൈമാറും. ആത്മവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു 25 വാർഡുകൾ മാത്രമേ നമ്മുടെ പ്രോഡക്ട്സ് എത്തുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് 100 വാർഡുകൾ, ഇപ്പൊ 101 വാർഡായി. 101 വാർഡുകളിലും ഞങ്ങളുടെ വിപണന സാധ്യത കൊണ്ടെത്തിക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായും ഒരു സജഷൻ പറയാനുണ്ട്. ഒരു സജഷൻ കാര്യം നമ്മളെ വിപണന എല്ലായിടത്തും എത്തിക്കും, എല്ലാ സ്റ്റേറ്റിലും എത്തിക്കണമെന്നാണ് നമ്മുടെ ഇപ്പം കുടുംബശ്രീ സ്റ്റേറ്റ് മിഷനും ജില്ലാ മിഷനും ഒക്കെ. നമ്മളിപ്പോ കേരളത്തിൽ മാത്രമേ ഇപ്പൊ ഒരു ഏരിയയിൽ നിന്നിരുന്നത് കേരളം മൊത്തത്തില് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലോട്ട് പോകാനുള്ള സാധ്യതകളെല്ലാം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതിന് മാമിന്റെ ഒരു സജഷൻ. എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറച്ചുകൂടി ഓൺലൈൻ രംഗത്ത് ഇന്നിപ്പോ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് കൂടുതലും. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ ഏതാണോ പെട്ടെന്ന് ഡെലിവറി കിട്ടുന്ന ഒരു സംവിധാനം എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആദ്യം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ തുടങ്ങട്ടെ. അപ്പൊ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. വാഹനം ഓടിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകണം, അതിനൊരു ബ്രാൻഡിങ് എന്നുള്ള നിലയിൽ ഒരു വാഹനം ഉണ്ടാകണം. അപ്പൊ അതൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാവരും പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുതിയത് എന്നുള്ള. അതിൽ ഏറ്റവും ആത്മവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ വാക്കുകൾ, അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും അത് തന്നൊരു ധൈര്യം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാം. അങ്ങോട്ട് പോകേണ്ടി വന്നില്ല എന്നല്ല, അനാവശ്യമായി പോകേണ്ട സാഹചര്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. നമുക്ക് ചിലപ്പോൾ ചില ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണത്, ഒരാളാണ്, ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു അത് എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരാൾ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. കാരണം നമുക്ക് പല പ്രതിസന്ധികളുണ്ടാകും, പല പ്രയാസങ്ങളുണ്ടാകും. നമുക്ക് ഒരാളുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ചുമതലകൾ വഹിക്കുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിനോട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ചോദ്യം ചോദിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ധൈര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി. അതില് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്ന് സമയത്തിന്റെ കൃത്യതയാണ്. സമയത്തിന്റെ കൃത്യത ഞാൻ അതുകൊണ്ട് ഇന്ന് 2:59 എത്തി. അല്ല, ഞാൻ സമയത്തിന്റെ കൃത്യത ഏറ്റവും പ്രധാനം, അതെല്ലാവരും പറയുന്ന കാര്യമാണ്. 2, നമ്മളൊരു കാര്യം CM-നോട് സംസാരിക്കുമ്പോൾ CM നോട്ട് ചെയ്ത് പോലും വെക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അതായത് നമ്മളിപ്പോ CM-നോട് വ്യക്തിപരമായ ഒരു കാര്യം, ഒരു വിഷയത്തിനെ പറ്റി പറഞ്ഞാൽ CM അത് ഓർത്ത് പിന്നീട് മൈൻഡിൽ അത് കൃത്യമായി പിന്നീട് അത് കൃത്യമായി ചെയ്യും എന്നുള്ളതാണ്. അത് 2 കാര്യങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. നമുക്കറിയാം, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായത്തിന്റേതോ അല്ലെങ്കിൽ മറ്റൊരു ഇതും ഇല്ലാതെ നമ്മളോട് വളരെ ഇതായി പെരുമാറാൻ കഴിയുന്ന. താങ്ക് യു. നമുക്ക് ഒരു നിർദ്ദേശം ഞാൻ പറയാം. പ്ലാസ്റ്റിക് ഒഴിവാക്കി എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. പ്ലാസ്റ്റിക് ഒഴിവാക്കി നമുക്ക് എങ്ങനെ ഇത് വിപണനം ചെയ്യാൻ കഴിയും. ഒരുപാട് മോഡലുകളുണ്ട്. ഞാൻ ഇതിന്റെ ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം നടത്തിയ ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് മോഡലുകളുണ്ട്. അതുകൂടി കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും സസ്റ്റൈനബിൾ ആയി ചെയ്യാന്നുള്ള ആശംസകൾ. ഓ, താങ്ക് യു. മില്ലറ്റ്സിന്റെ ഓക്കെ. തീർച്ചയായിട്ടും ഈ ഒരു മാഡത്തിന്റെ അഭിപ്രായത്തിൽ ശരി. നിർദ്ദേശം കൂടെ കിട്ടുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ നിർദ്ദേശം കൂടെ കിട്ടും. നമുക്ക് വൈകിട്ട് സമയമായി. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം.
ഈ ന്യൂസ് 3 എന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. സ്ത്രീകൾ എപ്പോഴും അവരുടെ ധൈര്യം പ്രകടിപ്പിക്കണം, എല്ലായിടത്തും പ്രതികരിക്കേണ്ടത്. താങ്കൾ അങ്ങനെ കൂടി പ്രതികരിച്ച ഒരാളാണ്. മേയർ ആയിരിക്കെ തന്നെ പ്രതികരിക്കേണ്ടി വന്നു, പ്രതികരിച്ചു. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ആ ഒരു ആർജവം എങ്ങനെയാണ് വന്നത്? ഞാൻ തന്നെ ഇറങ്ങി പ്രതികരിക്കുകയാണല്ലോ, അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അതിൽ എനിക്കതിനകത്ത് അന്ന് പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം അറിയാം. ഞാൻ പിന്നെ അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നുമില്ല. അതിൽ അഭിപ്രായം അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. നമ്മുടെ കൺസേൺ മറ്റൊരു സ്ത്രീക്കും ഇങ്ങനെ ഒരു അനുഭവം വരരുത് എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിത് പറ്റി, എനിക്ക് എന്റെ മുഖച്ഛായ സംരക്ഷിക്കാൻ ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല അന്ന് കണ്ടിരുന്നത്. അത് ഒരുപക്ഷെ നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടതിന് ശേഷവും സഹിച്ചു പോകാനുള്ള ഒരു മനസ്ഥിതിയുള്ള ആളല്ലാത്തത് കൊണ്ടായിരിക്കും. ഞാനെപ്പോഴും അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളല്ല. പക്ഷെ മാധ്യമങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ ആയതുകൊണ്ടുമൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്ന വിഷയമാണ്. റെസ്പോൺസ് എന്നുള്ള സാധനം പണ്ടുതൊട്ടേ ഉണ്ടോ? അത്യാവശ്യമുണ്ട്. അത് തന്നെയാണ് അപ്പോഴും അതെ, അത്യാവശ്യമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി വന്നാൽ ആക്ട് ചെയ്യാൻ കുറച്ചുകൂടി ധൈര്യമുണ്ട്. പ്രതിസന്ധിയോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ, ഇപ്പം നമുക്ക് മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്കോ ഒരു വിഷയം വന്നാൽ അത് ഈ ക്വിക്ക് റെസ്പോൺസിനെ മാത്രമല്ല നമ്മൾ കാണുന്നത്, പല കാര്യത്തിലും. നഗരസഭയുടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ക്വിക്ക് റെസ്പോൺസും ഒക്കെ ഇതിന്റെ ഭാഗമാണ്, ഈ വിഷയത്തിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനങ്ങനെ കാണുന്നുള്ളൂ. അതിന്റെ നിയമപരമായ മറ്റ് നടപടിക്രമങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പരിമിതി. എന്തായാലും അപ്പൊ ആത്മവിശ്വാസവും ആത്മധൈര്യവും 2 വാക്കുകളാണ് നമ്മൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.